ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പാൻ കേക്കാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു ഹെൽത്തി ടേസ്റ്റി ആയ വെജിറ്റബിൾ പാൻ കേക്ക് ആണ്. അത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ സ്നാക്സ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം കേട്ടോ. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാനോ എങ്ങനെ വേണമെങ്കിലും നമ്മുടെ സൗകര്യം പോലെ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയ ഒരു വെജിറ്റബിൾ പാൻ കേക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതെല്ലാവർക്കും നല്ല ഇഷ്ടമാവും. അപ്പോൾ അതെങ്ങനെയാണ് ഈ പാൻ കേക്ക് ഉണ്ടാക്കിയത് നമുക്ക് നോക്കാം കേട്ടോ. വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ വെജിറ്റബിൾ പാൻ കേക്ക് ഉണ്ടാക്കിയത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ ക്യാബേജ് 3-4 ലീഫ് എടുത്ത് നല്ലപോലെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഓരോ ലീഫും തനിയെ തനിയെ ഞാൻ അടർത്തിയെടുത്ത് അത് കഴുകുന്നുണ്ട്. പിന്നെ പകുതി ഒരു കാപ്സിക്കം, ഒരു ക്യാരറ്റ്, ഒരു പൊട്ടറ്റോ, ഒരു സബോള, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില എടുക്കാം കേട്ടോ. മല്ലിയില ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇതൊക്കെ നല്ലപോലെ കഴുകി കൊണ്ടുവന്നു കേട്ടോ. കാബേജിൻ്റെ ഓരോ ലീഫും ഞാൻ തനിയെ എടുത്ത് നല്ലപോലെ കഴുകി കുറേ നേരം വെള്ളത്തിലിട്ട് കഴുകി കൊണ്ടുവന്നതാണ്. അതിങ്ങനെ നീളത്തിൽ സ്ലൈസായിട്ട് ഇങ്ങനെ കാബേജ് ഇങ്ങനെ കട്ട് ചെയ്തു. ഇതാ കാബേജ് ഇങ്ങനെ ഞാൻ കട്ട് ചെയ്ത് വെച്ചു കേട്ടോ. ഇങ്ങനെ സ്ലൈസായിട്ട് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്യണം. അതിനുശേഷം ഇതാ ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്യണം കേട്ടോ. അതിനുശേഷം അത് ഇതുപോലെ തന്നെ സ്ലൈസായിട്ട് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ ഇതാ നമുക്കിങ്ങനെ കട്ട് ചെയ്യാം. ക്യാരറ്റ് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ സ്ലൈസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വളരെ നൈസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യണം. നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ക്യാരറ്റ് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം ക്യാപ്സിക്കം ഉണ്ടായിരുന്നല്ലോ, ഒരു പകുതി ക്യാപ്സിക്കം എടുത്ത് അത് ഇതുപോലെ തന്നെ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വയ്ക്കുകയാണ് കേട്ടോ. വളരെ കനം കുറഞ്ഞിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തത്. അപ്പോൾ ക്യാപ്സിക്കം ഞാനിങ്ങനെ കട്ട് ചെയ്തു. അതിനുശേഷം പൊട്ടറ്റോ വെച്ചിട്ടുണ്ടായിരുന്നില്ല, ആ പൊട്ടറ്റോയും ഇതുപോലെ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം ഒരു പച്ചമുളക് വെച്ചിട്ടുണ്ടായിരുന്നു, അതിങ്ങനെ വട്ടം ഇങ്ങനെ അരിഞ്ഞെടുത്തു കേട്ടോ. അതിനുശേഷം സബോള ഉണ്ടായിരുന്നില്ല, സബോള നല്ലപോലെ കഴുകി തൊലിയൊക്കെ കളഞ്ഞതാണ്. അത് ഇതുപോലെ സ്ലൈസായിട്ട് നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ കുറച്ച് കറിവേപ്പില വെച്ചിട്ടുണ്ടായിരുന്നു. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില എടുക്കാം കേട്ടോ. മല്ലിയില ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലയാണ് ഇടുന്നത്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചു. കട്ട് ചെയ്ത വെജിറ്റബിൾസ് എല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ആദ്യം തന്നെ ക്യാബേജ് കട്ട് ചെയ്തിട്ട് കൊടുത്തു. അതിന് ശേഷം ക്യാരറ്റ് കട്ട് ചെയ്തത്, അതിന് ശേഷം ക്യാപ്സിക്കം, പൊട്ടറ്റോ, സബോള, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. എല്ലാം ഞാനിങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. വെജിറ്റബിൾസ് അരിഞ്ഞ് വെച്ച വെജിറ്റബിൾസ് എല്ലാം ഞാനൊരു പാത്രത്തിലേക്ക് അങ്ങനെ ഇട്ട് കൊടുത്തു. അതിനുശേഷം അതിലേക്ക് ഒരു ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുത്തു കേട്ടോ. ഉപ്പ് ചേർത്ത് നമുക്ക് നല്ലപോലെ വെജിറ്റബിൾസ് എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ തന്നെ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒന്ന് സോഫ്റ്റ് ആവാനും അതിൽ നിന്ന് വെള്ളം ഇറങ്ങുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നല്ലപോലെ ഉപ്പ് ചേർത്ത് നല്ലപോലെ കൈകൊണ്ട് നല്ലപോലെ തിരുമ്മി നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിൽ നിന്നുള്ള വെള്ളം ഇറങ്ങും, നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. അതിനുശേഷം അതിലേക്ക് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിച്ചതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. വെളുത്ത കുരുമുളക് പൊടിയാണ്. ഒരു ടീസ്പൂണ് വെളുത്ത കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. അതിനുശേഷം ഒരു ടീസ്പൂണ് ചാട്ട് മസാലയാണ് കേട്ടോ. അതിപ്പോൾ ചാട്ട് മസാലയോ അല്ലെങ്കിൽ മാഗിയുടെ ക്യൂബ്സ് ഉണ്ടല്ലോ, അതായാലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചാട്ട് മസാലയാണ് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്ത്. അതിനുശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തു. അതിനുശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂണ് കടലമാവാണ് കേട്ടോ. പക്കോട ഉണ്ടാക്കുന്ന കടലമാവാണ് ചേർത്ത് കൊടുത്തത്. അതിനുശേഷം ഒരു 1.5 ടീസ്പൂണ് കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ദാ കോൺഫ്ലവറും കൂടി ചേർത്ത് വീണ്ടും നല്ലപോലെ എല്ലാം നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചു കേട്ടോ. ഒരുപാട് കടലമാവ് ഇട്ട് കൊടുക്കരുത്. ഒരുപാട് കടലമാവൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് പക്കോട മാതിരിയാവും. അപ്പോൾ അതിനൊരു കണക്കുണ്ട്. അതൊരു കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലവറും കടലമാവും കൂടി ചേർത്ത് കൊടുത്തത്. അപ്പോൾ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തു. അതിനുശേഷം ദാ ഒരു പാൻ അടുപ്പത്ത് വെച്ചു. നല്ലപോലെ ഒന്ന് ചൂടായപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണയല്ല, സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തത്. വെളിച്ചെണ്ണയല്ല, സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തത്. തവ ഒന്ന് നല്ലപോലെ 4 പുറം നല്ലപോലെ ഒന്ന് ബ്രഷ് കൊണ്ട് നല്ലപോലെ ഒന്ന് പരത്തിയിട്ടാ. ആ ഓയിൽ ഒരു ബ്രഷ് കൊണ്ട് 4 പുറം നല്ലപോലെ ഒന്ന് പരത്തി വെച്ചു. അതിനുശേഷം ലോ ഫ്ലെയിമിലാക്കി വെച്ചു കേട്ടോ. തവ ചൂടായപ്പോൾ അത് ലോ ഫ്ലെയിമിലാക്കി. അതിനുശേഷം നമ്മൾ കുഴച്ച് വെച്ചിരുന്ന മാവുണ്ടല്ലോ, വെജിറ്റബിൾസും കടലമാവ്, കോൺഫ്ലവർ, മസാലകളെല്ലാം കൂടി നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നമ്മളൊരു വലിയൊരു ടീസ്പൂണുണ്ട്, 1 ടീസ്പൂൺ ഇങ്ങനെ ഒന്ന് പരത്തി ഒന്ന് ഒതുക്കി വെച്ചു കേട്ടോ. അത് റൗണ്ട് ഷേപ്പിലോ നീളത്തിലോ ഒന്ന് പരത്തി വെക്കണം. ഒന്ന് ഒതുക്കി വെക്കണം. അങ്ങനെ ഒരെണ്ണം ഞാനിങ്ങനെ പരത്തി വെച്ചു. അത് വീണ്ടും രണ്ടാമത് അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് വേറെ ഒരെണ്ണം കൂടി വെച്ച് കൊടുത്തു. നല്ലപോലെ ഒന്ന് പരത്തി ഒന്ന് ഒതുക്കി എല്ലാം നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ലോ ഫ്ലെയിമിലാണ് കേട്ടോ. ഒന്ന് പരത്തി വെച്ചു. അതിനുശേഷം വീണ്ടും ഒരെണ്ണം കൂടിയും ഒരു സൈഡിൽ വീണ്ടും 1 ടേബിൾ സ്പൂണ് വെച്ച് ഒന്ന് പരത്തി വെച്ചു. ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കണത്. പതുക്കെ നമുക്കത് ഇരുന്നൊന്ന് വെന്ത് കിട്ടണം. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് വേവും. അതുകൊണ്ട് നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കണത്. 4 എണ്ണം ഞാനൊരു തവയിൽ ഈ സൈഡിലും കൂടി ഒരെണ്ണം കൂടി വെച്ച് കൊടുത്തു കേട്ടോ. 4 എണ്ണം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ വീണ്ടും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തു. മുകൾ ഭാഗത്ത് വീണ്ടും കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം അടിഭാഗം ഒന്ന് മൊരിഞ്ഞ് വന്നപ്പോൾ നമ്മളത് മറിച്ചിട്ടു. ലോ ഫ്ലെയിമിലാണ് അത് വീണ്ടും അടിഭാഗം മൊരിഞ്ഞ് വന്നപ്പോൾ എല്ലാം ഒന്ന് മറിച്ചിട്ടു കേട്ടോ. അപ്പം നല്ലൊരു ഹെൽത്തി പാൻ കേക്കാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. എല്ലാവർക്കും അത് ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.